ഹലോ ഗൈസ്, മജീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇല്യൂഷൻ തന്നെ ആണെന്ന് നമുക്ക് പറയാം. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയകളും മാജിക്കുകളും എപ്പോഴും നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഫേമസ് ആയ കുറച്ച് മാജിക്കുകളുടെ സീക്രട്സ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. നിങ്ങൾക്കായി മാജിക്കിൻ്റെ കുറേ രഹസ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഡാർസി ഓക്സ് ഫേമസ് ഡവ് ആക്ട്. പല വർഷങ്ങളായി മജീഷ്യന്മാർ പറവകളെ വെച്ച് മാജിക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഡാർസിയെ പോലെ ഇത്ര പെർഫെക്റ്റായി ഈ മാജിക് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡാർസിയോ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡാർസിയോ ആദ്യം തന്നെ ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ആ തീയിൽ നിന്ന് ഒരു പ്രാവിനെ കൊണ്ടുവരുന്നു. നമ്മൾ കൺചിമ്മുന്ന സമയത്തിനുള്ളിൽ തന്നെ അയാൾ കയ്യിലിരിക്കുന്ന ഒരു പറവയെ രണ്ടെണ്ണമായി മാറ്റി കൂട്ടിൽ ആക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും പറവയുടെ തൂവലിനെ തീയാക്കി മാറ്റി അതിൽ നിന്നും വീണ്ടും ഒരു പറവയെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ പറവയുടെ അടുത്ത് നിന്ന് അയാൾക്ക് ഒരു മുട്ടയും ലഭിക്കുന്നുണ്ട്. ആ മുട്ടയിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ പറവയെ കൊണ്ടുവരുന്നു. ഇനിയാണ് യഥാർത്ഥ മാജിക് ആരംഭിക്കുന്നത്. ഒരു പേപ്പർ എടുത്ത് അതിൽ തീയുണ്ടാക്കി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒരു പറവക്കൂട് കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, ഒരു സെക്കൻഡിൽ തന്നെ ആ കൂട് രണ്ടെണ്ണമായി മാറ്റുന്നു. അതും പറവയെയും രണ്ടെണ്ണമാക്കുന്നു. അവസാനമായി ടേബിളിൽ ഇരിക്കുന്ന കൂട് ഒരു കറുപ്പ് തുണി കൊണ്ട് മൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലേഡിയെ കൊണ്ടുവന്ന് ഡാർസി തൻ്റെ ഫേമസ് ആയ മാജിക് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഈ മാജിക്കുകളുടെ രഹസ്യങ്ങൾ ഓരോന്നായി അറിയേണ്ട സമയം ആയിരിക്കുകയാണ്. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്ക്. ഇനിയും ധാരാളം രസകരമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുണ്ട്. ആദ്യമായി തീ ഉണ്ടാക്കുന്നതിന് മുമ്പായി ഒരു തൂവൽ കാണിക്കുന്നുണ്ട്. അത് തൂവൽ പോലെ ഇരിക്കുന്ന ഒരു പേപ്പറാണ്. അതിനെ ഫ്ലാഷ് പേപ്പർ എന്ന് പറയും. ഈ ഫ്ലാഷ് പേപ്പർ ധാരാളം മജീഷ്യന്മാർ അവരുടെ മാജിക് ട്രിക്കുകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്നുണ്ടാകുന്ന തീയിൽ നിന്നാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതും മാജിക് ട്രിക്ക് നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നതും. ഇവിടെ ഡാർസിയോ ഒരു ഫ്ലാഷ് പേപ്പർ വെച്ച് ഒരു സെക്കൻഡിൽ വലിയ തീ ഉണ്ടാക്കി. ആ സമയത്തിൽ തന്നെ നമ്മൾ കാണാതെ ഒരു നൂലിൽ പിടിക്കുന്നു. ആ നൂൽ അയാളുടെ ലെഫ്റ്റ് ഹാൻഡിലെ കോട്ടിനുള്ളിൽ ഇരിക്കുന്ന പറവയുമായി കണക്ട് ആയതാണ്. ഉടനെ തന്നെ ആ നൂൽ വലിച്ച് അയാളുടെ റൈറ്റ് ഹാൻഡിലേക്ക് ആ പറവയെ കൊണ്ടുവരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അതിനെ എങ്ങനെ രണ്ടാക്കി എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതെ, മറ്റൊരു പറവയെ അയാളുടെ റൈറ്റ് ഹാൻഡിന്റെ പോക്കറ്റിൽ മറച്ചു വെച്ചിരുന്നു. ഈ ഒരു സീനിൽ പറവയുമായി കണക്ട് ചെയ്തിരിക്കുന്ന നൂൽ പിടിക്കുന്നത് കറക്റ്റായി കാണാൻ സാധിക്കും. ഇപ്പോൾ ആ നൂൽ വലിച്ച് ആദ്യത്തെ പറവയ്ക്ക് പുറകിലായി വെക്കുന്നു. അതാണ് രണ്ടെണ്ണമാക്കി മാറ്റി നമ്മളെ അതിശയിപ്പിക്കുന്നത്. അടുത്തതായി എങ്ങനെ ആ പറവയുടെ അടുത്ത് നിന്ന് ആ മുട്ട ലഭിച്ചു? നന്നായി നോക്കൂ, ഓൾറെഡി അയാൾ തൻ്റെ കയ്യിൽ ഒരു മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ തന്നെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ ഈസിയായി മുട്ട ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് മാറ്റി പറവയിൽ നിന്ന് മുട്ട ലഭിച്ചു എന്ന രീതിയിൽ ഒരു മാജിക് കാണിക്കുന്നു. അടുത്തതായി മുട്ടയിൽ നിന്നും ഒന്നുമല്ല ആ കുഞ്ഞു പറവ വരുന്നത്. ഇവിടെയും ഡാർസിയുടെ പോക്കറ്റിൽ നിന്നാണ് പറവ വരുന്നത്. ഈ സീൻ നന്നായി കാണൂ. ഇപ്പോൾ ഡാർസിയോ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുകയാണ്. ഈ സമയത്തിൽ അയാൾ തന്റെ ലെഫ്റ്റ് ഹാൻഡ് മറയ്ക്കുന്നു. അപ്പോഴാണ് അയാൾ തന്റെ സൈഡ് പോക്കറ്റിൽ നിന്നും പറവയെ കൊണ്ടുവരുന്നത്. എന്നാൽ കൈക്കുള്ളിൽ പറവ മാത്രമല്ല, ഒരു മുട്ട ഷെല്ലും ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ ആ പറവയുടെ വാൽ നന്നായി കാണാൻ കഴിയും. ഇപ്പോൾ ആ പറവയെ പുറത്തു കൊണ്ടുവരാൻ മുട്ട ഷെൽ താഴെ ഇട്ട് പറവയെ പുറത്തു കാണിക്കുന്നു. ഇങ്ങനെയാണ് മുട്ടയിൽ നിന്നും പറവയെ കൊണ്ടുവരുന്നത്. മൂന്നാമതായി എങ്ങനെ ആ കൂട് കൊണ്ടുവന്നു? കെയർഫുള്ളായി നോക്കൂ. ഈ സമയത്ത് ഡാർസിയോ തന്റെ റൈറ്റ് ഹാൻഡ് കുറച്ചു നേരം പുറകിൽ വെക്കുന്നതായി കാണാം. ഈ സമയത്തിൽ മടക്കാൻ പറ്റുന്ന ഒരു കൂട് അയാളുടെ റൈറ്റ് ഹാൻഡ് കോട്ടിനുള്ളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ തീയുണ്ടാക്കി മടക്കി വെച്ചിരിക്കുന്ന കൂട് പുറത്തു കൊണ്ടുവന്ന് അത് ഒരു കൂടാക്കി മാറ്റുന്നു. ആ പറവയും മനോഹരമായി ആ കൂടിനുള്ളിലേക്ക് പോകുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ആ കൂട് പോലെ മറ്റൊരു കൂടും കൊണ്ടുവരുന്നത്? അതുപോലെ തന്നെയാണ്. പുറകിൽ നിന്ന് മടക്കി വെച്ചിരിക്കുന്ന ഒരു കൂട് എടുത്ത് ഇപ്പോൾ ഈ കൂടിന് പുറകിലായി മറച്ചു വെക്കുന്നു. ഇപ്പോൾ തീയുണ്ടാക്കി ആ സമയത്തിൽ മടക്കി വെച്ചിരിക്കുന്ന കൂട് വലുതാക്കി അടുത്ത സെക്കൻഡിൽ ആ കൂടും രണ്ടായി തിരിച്ചു കാണിക്കുന്നു. എല്ലാം ശരിയാണ്. എന്നാൽ കൂടിനുള്ളിൽ എങ്ങനെ പറവ വന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്നാൽ മടക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിൽ ഓൾറെഡി ഒരു പറവ ഉണ്ടായിരുന്നു, ഇതുപോലെ. എന്നാൽ അത് ഒറിജിനൽ ആയ പറവ അല്ല, ഒരു ഫേക്ക് പറവയാണ്. നന്നായി നോക്കിയാൽ അറിയാം, ആ കൂട് രണ്ടാക്കുമ്പോൾ ആ പറവ ഒരു നിമിഷം പോലും അനങ്ങുന്നില്ല. അവസാനമായി ആ കൂടിനുള്ളിൽ നിന്ന് എങ്ങനെ ആ ലേഡി വന്നു? ഇത് കണ്ടുപിടിക്കുന്നത് വളരെ ഈസിയാണ്. ടേബിളിൽ ഇരിക്കുന്ന കൂട് ഒരു കറുപ്പ് തുണി കൊണ്ട് മൂടി അത് പൊക്കുന്നു. ഇപ്പോൾ ആ കൂടിന്റെ സൈസ് നോക്കിയാൽ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് മനസ്സിലാക്കാത്ത വിധം പുറകിൽ നീളമായി ഇരിക്കുന്നു.
അതിലാണ് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ആ കൂടിന് പുറകിലായി ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്. കൂടിന്റെ മുൻവശം ഓഡിയൻസിന് മനസ്സിലാവുന്ന വിധവും പുറകിലായി സീക്രട്ട് കമ്പാർട്ട്മെന്റിൽ മാജിക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി ലേഡി അവിടെ മറഞ്ഞിരിക്കുന്നു. മാജിക്കിന്റെ അവസാനം വെളിയിൽ വന്ന് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. സ്മൂത്തിനി ഡിസപ്പിയറിംഗ് സാൾട്ട് ആക്ട്. സ്മൂത്തിനി ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് അത്ഭുതകരമായി മാജിക്കുകൾ ചെയ്യുന്ന ആളാണ്. ഈ മാജിക് കെയർഫുള്ളായി കാണൂ. നിങ്ങൾക്ക് കൂടി ഇത് മനസ്സിലായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അത്ഭുതപ്പെടുത്താം. സ്മൂത്തിനി അമേരിക്കൻ ഗോട്ട് ടാലന്റിൽ ഈ മാജിക് പെർഫോം ചെയ്യുകയാണ്. സ്മൂത്തിനി ഒരു ഉപ്പിന്റെ ചെപ്പുമായി ജഡ്ജസിന്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ അവരുടെ ലെഫ്റ്റ് ഹാൻഡ് മടക്കി ഉപ്പ് കയ്യിൽ കൊട്ടുന്നു. ആബ്രാകാഡാബ്ര. ഇപ്പോൾ ആ ഉപ്പ് അയാളുടെ കയ്യിൽ നിന്ന് മറയുന്നു. കുറച്ചു നേരത്തിനു ശേഷം അയാൾ റൈറ്റ് ഹാൻഡിൽ നിന്നും ഉപ്പ് താഴത്തേക്ക് വരുത്തുന്നു. ഉപ്പ് മാത്രമല്ല, ജഡ്ജസിന്റെ കൂൾ ഡ്രിങ്ക്സ് വെച്ചും അയാൾ ഈ മാജിക് ചെയ്യുന്നുണ്ട്. ഈ മാജിക് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക? അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇപ്പോൾ രഹസ്യത്തിലേക്ക് പോകാം. ഈ മാജിക് ഒരു ഡമ്മി തള്ളവിരൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ സീൻ നോക്കൂ. മാജിക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ സ്മൂത്തിനി അയാളുടെ റൈറ്റ് ഹാൻഡിൽ ഈ ഡമ്മി തള്ളവിരൽ വെച്ചിരിക്കുന്നത് നന്നായി കാണാൻ കഴിയും. ഈ മാജിക് ചെയ്യുന്നതിനായി സ്മൂത്തിനി അയാളുടെ ഡമ്മി തള്ളവിരൽ മടക്കി കൈക്കുള്ളിൽ വെച്ച് അത് മൂടുന്നു. ഇപ്പോൾ ഡമ്മി വിരൽ ഉള്ളിൽ വെച്ച് ഒറിജിനൽ വിരൽ പുറത്തു കൊണ്ടുവരുന്നു. ഇപ്പോൾ കയ്യിൽ തട്ടിയ ഉപ്പ് എവിടേക്കാണ് പോയതെന്ന് നിങ്ങൾക്കു തന്നെ മനസ്സിലായി കാണും. അയാളുടെ ഡമ്മി വിരലിനുള്ളിൽ ആണ് അത്. അടുത്തതായി അയാളുടെ വലതുകൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് ഉപ്പ് ഉള്ള ഡമ്മി വിരലിനെ എടുക്കുന്നു. റിപ്പീറ്റായി ഈ ട്രിക്ക് ചെയ്ത് ഓഡിയൻസിനെയും ജഡ്ജസിനെയും ശരിക്കും ഉപ്പ് മറഞ്ഞുപോയി എന്ന് വിശ്വസിപ്പിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെയും വേറെ വീഡിയോകളുമായി വരാം.